ഉണ്ടാക്കി ഒരു തായോളിക്കും യാതൊരു ബന്ധമായ കേസാ. വിട്ടുപോകും, വീട്ടിൽ പോകണം മതി. എനിക്ക് അവരോടൊപ്പം ഞാൻ വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ. ചേട്ടാ ചേട്ടാ ഞാൻ ഫോറസ്റ്റിലാ, സ്റ്റാഫാണ്. സാറ് വീട്ടിൽ പോകും. സാറ് വീട്ടിൽ പോകും. ചേട്ടാ ഇവിടെ ചുറ്റും ആനയുണ്ട്. അതിന് കുഴപ്പമില്ല സാറേ, കുഴപ്പമില്ല സാറേ. ഈ കിടക്കുന്നത് നമ്മൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഇല്ല സാറേ, ബഹുമാനമായിട്ട് ഞാൻ പറയുവാണ്, ബഹുമാനമായിട്ട് പറയണേ. ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് തന്നെയും സ്നേഹം കൊണ്ടും പറയുന്നതാണ്. ചേട്ടനോടുള്ള ബഹുമാനവും സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഇവിടെ കിടക്കുന്നത് നമ്മൾ അപകടം ക്ഷണിച്ചു വരും. ഇത് കാടാണ്. ഇതെവിടെ കിടക്കുന്നത്? ഇത് കാടിന് നടുക്കാണ് ചേട്ടൻ കിടക്കുന്നത്. സാറേ നിങ്ങളും നോക്കിയല്ല, ഈ കേരളം പിടിഞ്ഞ മുക്കുന്ന പിണറായി വരെ തായോളി നോക്കിയാൽ ഞങ്ങളുടെ ജീവിതം സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇങ്ങനെ പ്രതികണ്ടേ വേണ്ടേ? നമ്മളൊരു അപകടം ക്ഷണിച്ചു വരുത്തിയിട്ടല്ലോ നമ്മളെ പറ്റുള്ളൂ. കാരണം നിരന്തരം വീട്ടിൽ ആനയാ, പിന്നെ എന്ത് ചെയ്യും? ഈ കാട്ടിലൊക്കെ തുറക്കാൻ പറ്റില്ലേ? ഞങ്ങളെ കൊന്നോട്ടെ, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പൊക്കോ. ചേട്ടാ തൽക്കാലം ചേട്ടൻ ഒന്ന് വീട്ടിലേക്ക് പൊക്കോ. എൻ്റെ ഇന്ന മൈസൂരിന്റെ സോദനം കോട്ടിലെ മൈസൂരിന്റെ കടകൾ എന്റെ പോക്കറ്റിലുള്ള എനിക്ക് ആവുന്നൊക്കെ. ആയിക്കോട്ടെ, നമുക്ക് എന്താണ് രാവിലെ നമുക്ക് സംസാരിക്കാം, രാവിലെ പരിഹാരം കാണാം. ഇല്ല സാറേ, മനുഷ്യനും വിലയില്ല സാറേ. സാറേ ഇനിയും മേലാൽ പോർസാറിനോട് വർത്താൻ പറഞ്ഞത് മനുഷ്യനിവിടെ പെട്ടുപിടിക്കാന്നല്ല. ഈ കേരളത്തിലെ കുട്ടമ്പഴഞ്ഞാത്തി ബലയില്ല. അങ്ങനെയാണ് എൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം ഇവിടെ പോയത്. പലിശ്ശേരി അറിയാമോ? നികുന്നറിയാൻ പാടില്ല. ഞങ്ങളുടെ നിങ്ങൾ പൊക്കോ, അതിനിപ്പോ ചേട്ടൻ ഈ കാട്ടിൽ കിടന്നതുകൊണ്ട് ഇപ്പം വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും അതിനകത്ത്? നിങ്ങളെ ഈ പോയ ആള് തിരിച്ചു വരുമോ? ഞങ്ങളിങ്ങനെ അടക്കമുണ്ടല്ലോ, നിങ്ങൾ പ്രതികരിക്കണം, നിങ്ങൾ പ്രതികരിക്കണം. അതാണ് ഞങ്ങളുടെ ആശയം. തൽക്കാലം ചേട്ടൻ എഴുന്നേക്ക്, ഇല്ല ഞാൻ നമുക്ക് പോവാം. നിങ്ങൾ പോകോ, ചേട്ടനെ കൊണ്ടുപോകാനായിട്ട് വരുന്നതാ. നമുക്ക് അങ്ങോട്ട് പോവാം. ബാ, എന്തുണ്ടെങ്കിൽ നമുക്ക് രാവിലെ സംസാരിക്കാം. ബാ, എടാ വീട്ടിൽ പോകാൻ